നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല പുതുവത്സരം ആശംസിക്കുന്നു. 2025 എല്ലാവരുടെ ജീവിതത്തിലും ഒരു നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ ഇത് ഒരു കുറച്ച് ദിവസം, ഒരു 3-5-6 ദിവസത്തെ ബ്രേക്കിന് ശേഷമായിരിക്കും ഞാനിപ്പം ഒരു വീഡിയോ ഇടുന്നത്. കുറേ ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ തിരിച്ച് കമ്പനിയിൽ വന്ന് കയറി. അപ്പം ജോയിൻ ചെയ്ത ശേഷം 2 ദിവസം ഞാൻ വണ്ടി എടുത്തു. ഇവിടെ വന്ന് ലോഡൊക്കെ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. ലോഡ് എടുത്ത് ഇവിടെ വന്ന് ഇച്ചിരി ടൈറ്റായിരുന്നു. എന്താ പറയുന്നത്, പാർക്കിങ്ങിൽ മുഴുവൻ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇച്ചിരി ഒന്ന് പെട്ട് നിൽക്കാം. അപ്പോൾ ചിലപ്പോൾ ഒരു 2 ദിവസം കൂടി എടുക്കുമായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത ലോഡ്, ഈ ലോഡ് ഇപ്പം വണ്ടിയിൽ ലോഡുണ്ട്, പെട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ദിവസം കൂടി എടുക്കുമായിരിക്കും. അപ്പം അതുവരെ എന്ത് ചെയ്യുന്ന ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, നമുക്കൊരു വീഡിയോ എടുക്കാം, കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനെയെല്ലാം ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്ത് ഇപ്പം കാര്യങ്ങളൊക്കെ ക്ലിയറായി. പുതിയ വർഷം നല്ലൊരു തുടക്കമാവട്ടെ എനിക്കും നിങ്ങൾക്കും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം ഈ വർഷം ഇനിയിപ്പം ഇതിപ്പോൾ ആദ്യം ലോഡ് എടുക്കണം, ലോഡ് എടുത്ത് മുന്നോട്ട് പോകണം. ഇതിനകത്തും ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. കൂടുതലും ഒരു വണ്ടി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളായിരിക്കും. അപ്പം ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ വണ്ടിയുടെ അകം ഒന്ന് കാണിച്ചു തരാം. പുറം ഞാൻ കാണിച്ചു തരത്തില്ല ഇന്ന്. വണ്ടിയുടെ അകം ഒന്ന് കാണിച്ചു തരാം, എന്തൊക്കെയാണ് സെറ്റപ്പ് എന്നുള്ളതിനെ പറ്റി. ഇപ്പം ജസ്റ്റ് കണ്ടോളൂ. അപ്പോൾ ആദ്യം വണ്ടിയുടെ സ്റ്റിയറിങ് മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ. അശോക് ലൈലാൻഡ് അവതാർ വണ്ടിയാണിത്. അപ്പം സ്റ്റിയറിങ് ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈലാൻഡിൻ്റെ തിരിഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ. സ്റ്റിയറിങ്, ക്ലസ്റ്റർ അത് കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ. ക്ലസ്റ്റർ ഇങ്ങനെ വരിക. ചാക്ക് നിറച്ച് ലൈറ്റൊക്കെ ഇരിക്കും അതിനകത്ത്. BS6 ആണ് വണ്ടി. ഹാൻഡ് ബ്രേക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് വരിക. ഗിയർ ലിവർ കാര്യങ്ങളാണ്. ഇതിൻ്റെ ഗ്ലൗസ് വർക്ക് ചെയ്യുമ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യാറുള്ളത് കൂടുതൽ. അല്ലെങ്കിൽ കയ്യിലൊക്കെ അഴുക്കാവും, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിക്കൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് സെറ്റുണ്ട്. ഇതിൻ്റെ സ്വിച്ചുകളാണ് ഇതൊക്കെ. റീജനറേഷനും പിന്നെന്താണ് എൻജിൻ ബ്രേക്ക്, ഹസാർഡ്. പിന്നെ ഇതിന് സ്റ്റോറേജ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. ഇതിനകത്ത് ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ താഴെയുണ്ട്. മേളിൽ ഈ ഒരു കൺസോൾ ബോക്സ് വരും. ആ സൈഡിലും വരും. ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. കൂടാതെ താഴെ ബോക്സ് വരും. ഇത് ഞാൻ കുടിക്കുന്ന വെള്ളം എടുത്ത് പിടിച്ചേക്കണം. ഇത് രാത്രി കിടക്കുമ്പം ഗുഡ് നൈറ്റ്, കൊതുക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഡ്രൈവർ സീറ്റ്. ഓക്കെ. ഇതേമാതിരി അയ കെട്ടിയിട്ടുണ്ടാവും വണ്ടിക്കകത്ത് ഇങ്ങനെ അയ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ തൂക്കിയിടാം, നമുക്ക് നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തൂക്കാം. തൽക്കാലം സീറ്റിൽ തന്നെയാണ് ഞാൻ എൻ്റെ ബാഗ് കാര്യങ്ങളൊക്കെ വെക്കുന്നത്. സീറ്റല്ല, ഇത് ബെഡാണ്. അത് ശരിക്കും ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ആണ്ടേ, ഇത് ചെറുതായിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വിരിച്ച് കഴിയുമ്പോൾ സെറ്റാവും. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല ഇതായി കഴിയുമ്പോൾ അത്യാവശ്യം സെറ്റാവും. സീറ്റൊക്കെ കീറിയിരിക്കുക. കുറച്ച് പലരും മാറി മാറി ഓടിക്കുന്ന വണ്ടിയാണല്ലോ. സീറ്റെല്ലാം കീറിയിരിക്കുക. അതിലൊക്കെ തുണിയൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ അകത്തുള്ള സെറ്റപ്പുകൾ. ഫാനുണ്ട്. വേണ്ടേ കേട്ടോ, ഫാനുണ്ട്. പ്ലഗ് പോയിൻ്റ് ഇവിടെ
ഇതാണ്ട് ഇവിടെ പ്ലഗിനുള്ള വയർ വലിച്ചിട്ടിട്ടുണ്ട്. ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ഹോൾഡർ ഇവിടെ ഉണ്ട്. ഇത്രയും സെറ്റപ്പൊക്കെയാണ്. അതിന് ബെഡ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റൂഫ് ലൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഈ വണ്ടിക്കകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും സെറ്റപ്പ് ഇതിനകത്തുണ്ട്. അത്യാവശ്യം ഒരാൾക്ക് കഴിഞ്ഞുകൂടാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഓക്കെ, വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ലോറിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും മാക്സിമം കഴിയാവുന്ന അത്രയും നന്നാക്കിയിട്ടുണ്ട് ഞാൻ. കാരണം ഇതിപ്പം കുറച്ച് ദിവസമായിട്ട് അവിടെ കമ്പനിയിൽ തന്നെ വെറുതെ കിടക്കുന്ന വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി ഭയങ്കര മോശമായിരുന്നത്. അത് ഞാനായിട്ട് ക്ലീൻ ചെയ്ത് ഇത്രയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പോകെ ഇത് നല്ല വൃത്തിയാക്കി എടുക്കണം ഇനി പതിയെ. ഇതാണ് വണ്ടിയുടെ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ വീഡിയോ ഞാൻ ഇടുന്ന. വണ്ടിയുടെ അകത്തുള്ള ഒരു വീഡിയോ മാത്രമാണ് ഞാനിപ്പോൾ ഇട്ടത്. അപ്പം ഇതിന് ഹോണൊക്കെ പക്കയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് വണ്ടിയിൽ. ആവശ്യമായിട്ട് വരുന്ന ഒരാൾക്ക് അത്യാവശ്യം വേണ്ടി വരുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കൊള്ളാൻ പറ്റും. അപ്പോൾ യാതൊരു ടെൻഷനും ഉണ്ടാവില്ല. വണ്ടി ഓടിക്കുന്നതിനൊക്കെ ഭയങ്കര സ്മൂത്താണ്. ഇങ്ങനെയുള്ളൊരു വണ്ടിയാണ് അവതാർ. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി ഭയങ്കര വലുതാണ്, നിങ്ങൾക്കറിയാം. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1000 മേളിൽ വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വലിയൊരു കമ്പനിയാണ്. അപ്പോൾ ഇവർക്ക് ഇതേമാതിരി ലോഡുകളാണ് വരുന്നത്. കണ്ട, ആ ലോഡ് കണ്ടോ? അതൊരു കോയിലാണ് 2 കയറ്റിയേക്കുന്നത്. 2 അല്ല 3 ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ 1, ബാക്കിൽ 2. ഇതേമാതിരി തന്നെ എൻ്റെ ലോഡും ഉള്ളത്. ഇതിങ്ങനെ ലോഡ് കയറി ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന മാതിരി അല്ല നിൽക്കുന്നത്. വണ്ടി ചെറുതായിട്ടൊന്ന് ഒരു കുഴിക്കകത്ത് പെട്ടിട്ട് അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് 2 ദിവസം ആകും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഇതൊക്കെയാണ് തൽക്കാലത്തേക്കുള്ള ഒരു ചെറിയ വീഡിയോ. ഒരു ഫസ്റ്റ് ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വണ്ടിയുടെ മറ്റു കാര്യങ്ങളൊന്നും പറയാത്തത് ഞാൻ. അപ്പം വണ്ടിയുടെ ആകവും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി പതിയെ സെറ്റാക്കി എടുക്കണം. ബാക്കി ഇലക്ട്രിക്കലാണെങ്കിൽ ഇതെല്ലാം കറക്റ്റ് വർക്കിംഗ് ആണ്, യാതൊരു പ്രശ്നവുമില്ല ഇതിന്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പക്കയായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. എനിക്ക് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വന്ന് ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് ഈ പാർക്കിങ്ങിൽ വന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു ഈ പാർക്കിങ്ങിൻ്റെ സെറ്റപ്പ് എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെപ്പറ്റി. കാരണം ഈ മണ്ണിൻ്റെ ഒരു ഇരിപ്പ് വശമൊക്കെ അത് അറിയാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്ന് ലോഡെടുത്ത് പാർക്കിങ്ങിൽ വന്നതിന് ശേഷം വണ്ടി ഇടാൻ വളരെ ചുരുക്കം അത്രയും നിറച്ചും വണ്ടികളായിരുന്നു. ഇപ്പോൾ കാണുന്ന മാതിരിയല്ല. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത് നിങ്ങൾക്ക് കണ്ടോ? ഈ കിടക്കുന്ന മാതിരി അല്ലായിരുന്നു. ഇവിടെയൊക്കെ ഈ ഗ്യാപ്പ് കാണുന്നിടത്ത് എല്ലായിടത്തും വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇവിടെയൊക്കെ ചുറ്റുപാടും വണ്ടികളുണ്ട് ഇവിടെ. ഇതെല്ലാം ഒറ്റ കമ്പനിയുടെ വണ്ടിയാണ്, വേറെ കമ്പനികളുടെ ഒന്നും വണ്ടിയല്ല. ഇത് കിടക്കുന്നതെല്ലാം ഒരേ ഒരു കമ്പനിയുടെ വണ്ടിയാണ്. ഇതേമാതിരി തന്നെ ഒരുപാട് വണ്ടികൾ വന്ന് കയറി പോകും. ഇപ്പോൾ ഇന്നിപ്പോൾ വേഗം കുറവാണെങ്കിൽ, ലോഡ് കുറവാണെന്നുണ്ടെങ്കിൽ എൻ്റെയും കാര്യങ്ങൾ ക്ലിയർ ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വണ്ടി നമുക്ക് അടുത്ത ലോഡിംഗ് പോയിന്റിൽ അതിൻ്റെ ഇത് ഇറക്കേണ്ട സ്ഥലത്തേക്ക് ചെല്ലാൻ പറ്റും. ഇതിപ്പോൾ ലോഡ് ചെയ്ത് നിർത്തിയേക്കുന്ന വണ്ടിയാണ്. ഇനി ഇത് പോയിന്റിൽ കൊണ്ട് ഇറക്കണം, അതേ ഉള്ളൂ. അപ്പം ആ ഒരു കാര്യം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ലോഡ് എൻ്റെ ഇറക്കി കഴിയും. ഈ പ്രാവശ്യത്തെ വരവിൽ രണ്ടാമത് ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യത്തെ ലോഡ് ഇറക്കും. ഇത് വന്നിട്ട് പെരുന്തുറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ ലോഡ് കയറ്റിയേക്കണത്. അത് ഇവിടെ നിന്ന് ഒരു 70-74 കിലോമീറ്റർ ഉള്ളൂ. അതിന് ശേഷം പിന്നെ മോസ്റ്റ്ലി അവിടെ നിന്ന് എന്നെ ബെല്ലാരിക്കായിരിക്കും പോകേണ്ടത്. കാലിക്കായിരിക്കും ബെല്ലാരിക്ക് പോകുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നല്ല നല്ല വീഡിയോകളായിരിക്കും ഇനി മുന്നോട്ട് വരുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.